ഇപ്പൊ വേണ്ട, ആവട്ടെ. എന്നാത്താ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച ഒരു തണ്ടേ ഉള്ളു. അത് ഇച്ചിരി കനമായിട്ട് പോയേ. ഇല്ല, കിളിക്കത്തില്ലെങ്കിലും. ആ മതി മതി. പടരുന്നത്. വരൂ വരൂ വരൂ. മോനുകുട്ടനെ ഇഷ്ടമുള്ള ഒരു ചേട്ടൻ കൊണ്ടു തന്നത്. ജസ്റ്റിൻ ചേട്ടൻ. കുറെ സാധനങ്ങളുണ്ട്, നോക്കട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വന്നു കേട്ടോ. മോനിക്കുട്ടന് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. പിന്നെ വന്നപ്പോ മോനിക്കുട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ, മോനിക്കുട്ടന് മാത്രമല്ല എനിക്കും ഉണ്ട് കേട്ടോ. എനിക്കും അമ്മമ്മയ്ക്കും ഉണ്ട്. അമ്മമ്മയ്ക്ക് കപ്പലിനെ മിഠായിരിക്കണം. ഇത് മോനിക്കുട്ടന് കൊണ്ടുവന്നു കേട്ടോ. ചേരുവോ മോനിക്കുട്ടൻ? ചേരുവോ? നീളം കൂടിയില്ല, ചേരും. ബാഗി പാൻറ് ഇന്നൂടെ, ഷൂ, വെള്ള ഷൂല്. ഇത് പിന്നെ കുറെ സ്നാക്സ് കേട്ടോ. കപ്പലണ്ടി മിഠായി. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് എനിക്ക് കൊതി പിടിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്ന് പൊട്ടിച്ച് കഴിച്ചു പകുതി. ക്യാരറ്റ് കേക്ക് എനിക്ക് ഇഷ്ടമുള്ള. ക്യാരറ്റ് ഇവിടുത്തെ ഒന്നുമല്ല. ഇവിടുത്തെ അല്ലമ്മോ കേട്ടമ്മോ, ഇവിടുത്തെ അല്ല. റോസ്മേരി വാട്ടറാണ്. ഇതൊക്കെ മോനിക്കുട്ടൻ. അയ്യോ, ഇത് നെയിൽ പോളിഷാണ്. ഇത് മോനിക്കുട്ടനുള്ള കേട്ടോ. ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. കാണുന്നുണ്ടോ അതിനകത്ത്? ഇതെന്തുവാന്ന് അറിയത്തില്ല കേട്ടോ, നോക്കണം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് മറ്റേത് തന്നെ, ബദാം, വാൾനട്ട്. ഇതാ ചോക്ലേറ്റ്. കാണായിരുന്നു പോയില്ല. ചോക്ലേറ്റ്, നെയിൽ പോളിഷ്. ഞാൻ ബോട്ടിലാത്ത ചെയ്യാൻ എടുത്തോണ്ട് വന്ന കുപ്പിയാ. ചായ ബോട്ടിലാത്ത ചെയ്യാൻ കൊണ്ടുവന്ന കുപ്പിയാണ്. നല്ല ഉരുണ്ട് കിട്ടിയപ്പോ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. കഞ്ഞിക്ക് വെള്ളം അങ്ങോട്ട് വെക്കട്ടെ. ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് ചെന്നു. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരാളിനെ കണ്ടു. അപ്പം എന്നോട് വന്ന് ചോദിച്ചു, വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ? മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളില്ലായിരുന്നു കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഇതുവഴി പോയപ്പോൾ അത് അമ്മക്കിളിയും മോനും അല്ലേ എന്ന് ചോദിച്ചു. മോനിക്കുട്ടനുള്ള സമയത്തെ കണ്ട അങ്ങനെ. അപ്പം ഞാൻ ഇവരെ ഞാൻ തിരക്കി എന്നൊക്കെ പറയണതൊക്കെ പറഞ്ഞു വിട്ടു. അപ്പം അങ്ങനെയുള്ളവരാണ് ഏറെയും കൂടുതലും കാണാൻ വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതും അവരെന്നെ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അതുവഴി പോയതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ സംസാരിച്ചിട്ട് പോയി. പുള്ളി പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇതുവഴി പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ വന്ന് മിണ്ടിയതാണ്. അതും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം
എന്താ പറയുന്നത്, എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തപ്പെടുന്നത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. അത് ഇന്ന ഒരു കാറ്റഗറിയിൽ നിന്നില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷം തന്നെയല്ലേ. എന്നും പറയാറുള്ളത് പോലെ ഈ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതല്ല എനിക്ക് അവരുടെ ആ ഒരു അവരെന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു അവാർഡാണ് സത്യം. സ്ഥിരം പറയുന്നത് പോലെ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടവർക്ക് മാത്രമേ ഒരാൾ പരിഗണിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയായിരിക്കും. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ പ്രിയങ്ങളെ ഇത് കാണിച്ചില്ല കേട്ടോ. കാണിക്കാൻ എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് ഞാൻ ബാഗിനകത്ത് എടുത്ത് വെച്ചേ. എന്ന് വെച്ചാൽ ഇത് എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സില്ലാത്ത സാധനമാണ്. ചോദിച്ചാൽ എനിക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഇതിന്റെ മണം അപാരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു മണമാണ്. എൻ്റെ ഫേവറേറ്റ്. ഈ മണം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു 10-20 വർഷം പുറകിലോട്ട് പോയി. കാരണം എന്താ വെച്ചാൽ എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കല്യാണത്തിന്റെ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള ഒരു പെർഫ്യൂം ഈ മണമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഈ മണം അറിഞ്ഞിട്ടില്ല പ്രിയങ്ങളെ. അത് തീർന്നു പോയതിനു ശേഷം ഞാൻ ആ മണം അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇത് കിട്ടിക്കഴിഞ്ഞ് മണപ്പിച്ചപ്പം എൻ്റെ ദൈവമേ, അതുകൊണ്ട് ഞാൻ ഇത് ആർക്കും കൊടുക്കത്തില്ല. അതിനകത്ത് ഞാനൊരു ക്രൂരയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഞാനും മോനും ഇച്ചിരൊക്കെ തരാം. അപ്പൊ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്തൊന്നും പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഞങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ദൈവാനുഗ്രഹം കൊടുക്കണേ, അവരുടെ ജീവിതത്തിലേക്ക് ഒരു സങ്കടങ്ങളും കൊടുക്കരുതേ, അവരുടെ നല്ല മനസ്സ് ദൈവം കാണണേ എന്നുള്ളത് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ കേട്ടോ. അത് 100% ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല. കാരണം അത്രയും അവരൊക്കെ എനിക്ക് അത്രയും വിലപ്പെട്ടവരാണ്. എന്നെ പുച്ഛിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയം കൊണ്ട് അങ്ങനെയുള്ള സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ഒരു വാക്ക് പ്രതി പ്രാർത്ഥിക്കുന്നത് വലിയ സന്തോഷം. അത് മതി. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം കേട്ടോ. പിന്നെ ഇത് കണ്ടു, രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അമ്മ ഈർക്കിലൊക്കെ ചീവുന്നുണ്ടായിരുന്നു. എനിക്കൊരു ചൂല് കിട്ടി. മുറ്റം തൂക്കുന്ന ചൂലാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ചൂലാണ് ഇരിക്കുന്നത്. അതെനിക്ക് പിടിക്കാനൊക്കെ പാടാണ്. ഇതിപ്പോ എനിക്ക് പാകത്തിന് കുറച്ച് ഈർക്കിലൊക്കെ വെച്ച് അമ്മ കെട്ടി തന്നതാട്ടോ. അത് മോനെടുത്തു. അപ്പൊ ഞാൻ അരിയടുപ്പിലിട്ടിട്ട് പോയി അമ്മയ്ക്ക് ഗ്യാസ് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അമ്മമ്മ കുളിക്കും. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മെഴുകുവരട്ടിയോ വല്ലതും വെക്കണം. മീൻകറിയും ഇച്ചിരി മോരുകറിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പങ്കെല്ലാം ഇനി ഞാനിക്കുട്ടിക്കും കുഞ്ഞിനും ഒക്കെ കൊടുക്കണം, എടുത്തു വെക്കാം. പിന്നെ കേക്കൊന്നും ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ. കേക്കൊക്കെ നമുക്ക് അവർക്കുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കി അമ്മയ്ക്ക് നാളെ കൊടുക്കാം എന്ന് വിചാരിച്ചു ഇങ്ങ് കൊണ്ടുപോരുന്നേ. പിന്നെ ഈ ഉണ്ടക്കുപ്പി, ഇത് നമുക്ക് ബോട്ടിലാർട്ട് ചെയ്യാൻ പറ്റിയ കുപ്പിയല്ലേ പ്രിയങ്ങളെ. ഇതൊക്കെയോ എഴുതിയിട്ടുണ്ട്. അത് ക്രിയേഷൻ ഇംഗ്ലീഷ് അല്ല, വേറെ ഏതോ ഭാഷയിലുള്ള വാക്കുകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാണ്, പക്ഷെ വേറെ ഒരു ഇതാണ്. ഇംഗ്ലീഷിലുള്ള വേർഡ്സ് അല്ല, വേറെ എന്തോ ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാമെന്നുള്ളതൊന്ന് റിസർച്ച് നടത്തിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഞാൻ കുളിച്ച് ജപിച്ച് വരാം കേട്ടെ. ഇതിന്റെ മണം ഇതവിടെ ഇരുന്ന് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് പച്ചമാങ്ങയുടെ മണമാന്നൊക്കെ പറയുന്നത് കേട്ടു. പച്ചമാങ്ങയുടെ മണോ? വേണ്ട, എന്റെ കുഞ്ഞോ മണപ്പിക്കാൻ മതി. ചിലപ്പോ ഇത് സ്മെല്ല് അടിച്ചടിച്ച് ഇറങ്ങിപ്പോ, അതുകൊണ്ട് വേണ്ട, ഒരുപാട് സ്മെല്ലിക്കണ്ട. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് ആകപ്പാടെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവര് പ്രാർത്ഥനകൾ അറിയിച്ചു, ഉഷാറായിട്ടിരിക്കണമെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ. ഹരി ഇടട്ടെ, അല്ലെ നമ്മൾ അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരും. നെയിൽ പോളിഷൊക്കെ ജാനിക്കുട്ടിക്കും കുക്കൂടെ കൊടുക്കണം. എല്ലാം കൂടി താഴെ വീഴല്ലേ, പൊട്ടിച്ച് കളയല്ലേ. ഇത് കണ്ട, ഇത് ഗ്ലേസിങ് ഉള്ളതാന്ന് തോന്നുന്നു. അല്ല, ഇതിനകത്തുണ്ട് ഗ്ലേസിങ് ഉള്ളത് കേട്ടോ. റെഡും വൈറ്റും. വൈറ്റ്. ഇത് നെയിൽ പോളിഷ് സെറ്റ് ആണ് കേട്ടോ. നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സാധനമാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നെയിൽ പോളിഷ് അടിക്കുന്നു അങ്ങനെയല്ലേ ഉള്ളൂ. പിന്നെ കൂടി വന്നിച്ചിട്ട് റിമൂവർ ഉപയോഗിക്കും, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ടോപ്പ് കോട്ട് ഉണ്ട്, പിന്നെ
ബേസ് കോട്ടുണ്ട്, പിന്നെ ബാക്കി നെയിൽ പോളിഷ്. അങ്ങനെയാണ് കേട്ടോ. ഇതിനും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ആർക്കറിയാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് ഇതെല്ലാം. മോനക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കുളിക്കണം. അപ്പുറത്ത് വരെ പോയിട്ട് വരാം. അമ്മമ്മയുടെ അടുക്ക് ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്തിട്ട് വരാം. അതിനെന്തുവാ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയും അടുത്ത വർഷം സ്കൂളിൽ ബുക്ക് പൊതിയുമ്പോൾ അതിൽ ഒട്ടിക്കരുത്. ചുമ്മാ എന്തിനാ കളയണേ? കത്രിക ഞാൻ പശ എല്ലാം തേച്ച് കഴുകി കൊണ്ട് വെച്ചേക്കുവോ. ഇത് എടുക്കുവാണെന്നുള്ള വൃത്തിയാക്കി കൊണ്ടുവെക്കണം. ഇത് പശയില്ല. ഒന്നും ഉണ്ടാക്കുന്നില്ല കൂട്ടാൻ. എന്താ കൂട്ടാൻ ഉണ്ടാക്കാൻ? എന്താ മെഴുക്കുവരട്ടി? ഉരുളക്കിഴങ്ങ് കുറെ ദിവസമായി ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ. മോനുകൂട്ടൻ്റെ വക ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. നാളെ ഇത്തിരി പച്ചക്കറികൾ മേടിക്കണം. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ തീർന്നിരിക്കും. കോവയ്ക്ക മെഴുക്കുവരട്ടി കൂട്ടാനൊരു ആഗ്രഹം തോന്നുന്നു. ഇവിടെ നമ്മൾ പയറ് താളിച്ചില്ല, അത് ഇച്ചിരി ഉള്ളു. അത് മോനുകൂട്ടൻ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി അതെടുത്താൽ ചിലപ്പം അധികം കഴിക്കത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിട്ട് 2 ദിവസം കഴിയട്ടെ, നമുക്ക് വീണ്ടും അങ്ങനെ ഉണ്ടാക്കാം. എന്തുവാ ഒരു കവർ എടുക്കണം. അപ്പള കവറിനകത്തോട്ട് ഇത് 2 പേർക്ക് കൊടുക്കാം. അത് മോൻ വെച്ചു, അത് എടുത്ത് മാറ്റി വെച്ചേ. ഇപ്പൊ എടുക്കണ്ട, ഇത് 2 പേർക്ക് കൊടുക്കും. മോൻ അങ്ങനെ ഇതൊന്നും അധികം കഴിക്കട്ടെ. കുഞ്ഞൊക്കെ കഴിക്കട്ടെ. കുഞ്ഞൊക്കെ ഇച്ചിരി വലുതാവട്ടെ. നിന്റെ കൂട്ട് നല്ല ഗുണ്ടുമണിയാവട്ടെ കുഞ്ഞോ. അവൻ അങ്ങനെ ഇരുന്നാ മതി നിന്നെ പറപ്പിക്കാൻ. നിന്നെ ജാനിക്കുട്ടിയെയും അച്ഛനെ അവൻ പറപ്പിക്കും. അവനും ഇതുപോലായിരുന്നു. ഇച്ചിരിയേ ഉള്ളായിരുന്നു കുഞ്ഞില്. ക്ലാസ്സിലേക്ക് ഏറ്റവും ചെറുതായിരുന്നു എൻ്റെ ആങ്ങള കേട്ടോ. അസംബ്ലിക്ക് ഏറ്റവും ഫ്രണ്ടിൽ അവരായിരുന്നു. എങ്ങനെയാണ് ഇത്രയും മണ്ണോ നീളം വെച്ചതെന്ന് എനിക്കറിയാം. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മോനിക്കുട്ടൊക്കെ അത്രയും പോലും ഇല്ല. എന്നിട്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു, ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തുവാ കൊരണ്ടി കൊണ്ടിട്ട് അതിന്റെ മോളിൽ കയറി ഇരുന്നാലും താലി കെട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ. അതുപോലെ കുഞ്ഞോയും വലുതാവും എങ്ങനെ ഇരുന്നാലും. കുറച്ച് ആവട്ടെ. മോനിക്കുട്ടോ, മ്യോനു മ്യോനു തള്ളിയിടാൻ പോവാന്നു. ചോറുന്നു അതൊക്കെ വേണ്ടിവിടാ. എടുത്തോ. ഞാനയ്യോ ഞാൻ ഒന്നിനും വെത്തി അത്രക്കൊന്നുമില്ല. ഇപ്പോഴത്തേക്കൊന്നും കാലും കുറച്ചും വെച്ചോൻ. എന്ത് അടിപൊളി 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 അടിപൊളി. കഴിക്കാൻ വരാം. അല്ല വേണ്ട. 2 രസമുണ്ട്. കഴിച്ചിട്ട് വരാം. കഴിക്കാൻ പറയാം. ഇന്നലെ നമ്മൾ വെള്ളച്ചോറാണ് കഴിച്ചത്. അമ്മയ്ക്ക് അധികം വെള്ളച്ചോറാണ് അമ്മ വെക്കുന്നത്. മോരറിയൊക്കെ തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കുഞ്ഞിപ്പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇത് ഇന്നലത്തെ നമ്മുടെ പയറ് താളിച്ചത്. ഇച്ചിരിയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് മെഴുക്കുവരട്ടി വെച്ചത്. മെഴുക്കുവരട്ടി കേരക്കറി കേട്ടോ.
രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി, കേരക്കറി കൂട്ടി കഴിച്ചു. അമ്മയ്ക്ക് എൻ്റെ പങ്കൊക്കെ കൊടുത്തു. കുറച്ച് വറക്കാനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആകെ 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂടെ ഉള്ളു മീൻകറി. അതാണ് പറയാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം കേട്ടോ. നിങ്ങൾ തരുന്ന നല്ല വാക്കുകൾക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ചക്കര മുത്തുമണികളെ, നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം യാത്ര പറയാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.